പറ്റി അമ്മാവ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ ഉണ്ണിക്കുട്ടി ഇനി മിണ്ടൂല. അയ്യോ മോനെ, അത് മാത്രം ചെയ്യല്ലേ മോനെ. പിന്നെന്തിനാ അമ്മാവൻ സങ്കടപ്പെടുന്നേ? അത് മോന്റെ അച്ഛൻ ഇന്നലെ മുതൽ ഊണ് കഴിച്ചിട്ടില്ല മോനെ. അമ്മാവൻ കഴിച്ചോ? ഇല്ല. എന്നിട്ട് അമ്മാവൻ ഇതുവരെ എന്നോട് പറയാഞ്ഞത് എന്താ? അത് പിന്നെ എന്റെ മോൻ സങ്കടപ്പെടരുതെന്ന് വിചാരിച്ചിട്ടല്ലേ. ഞാൻ ഇപ്പൊ വരാം അമ്മാവ. അച്ഛ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോനെ. എന്താ അച്ഛാ, ഈ അങ്കിള് മരിച്ചു പോയോ? ഇല്ല. മരിച്ചാലല്ലേ കരയ? ശരിയാ മോനെ, ഈ അങ്കിള് അച്ഛനിപ്പോ മരിച്ചതുപോലെയാ. അതെന്താ അച്ഛാ? അതൊക്കെ അച്ഛൻ പിന്നെ പറഞ്ഞുതരാം. ആട്ടെ, മോൻ ഊണ് കഴിച്ചോ? ഇല്ല. എന്താ? അച്ഛൻ കഴിച്ചോ? ആ, കഴിച്ചല്ലോ. നോണ നോണ പറയരുതെന്നല്ലേ അച്ഛൻ എന്നോട് പറയാറ്? സോറി മോനെ. എന്നാ അച്ഛൻ വാ. അച്ഛന് വിശപ്പില്ല. എന്നാ ഉണ്ണിക്കും വേണ്ട. വാ, നമുക്കൊന്ന് ചൂട് കഴിക്കാം. ഞാൻ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏതാണ്ട് ഗീതക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരുപക്ഷെ ഞങ്ങൾ തമ്മിൽ എന്നേക്കുമായി അകലാനായിരിക്കുമോ നമ്മുടെ വിവാഹം എന്ന ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ കാരണമാണ് ഈ അകൽച്ച ഉണ്ടായതെങ്കിൽ നിങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ ഞാൻ എന്റെ കഴിവുകൾ മുഴുവൻ ഉപയോഗിക്കാം. താങ്ക് യു ഗീത. ആ മനസ്സ് മാത്രം മതി എനിക്ക് സമാധാനം തരാൻ. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് പിണങ്ങാൻ മാത്രം വിട്ടിയല്ല മോഹൻ. എന്നിട്ടും അവൻ എന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാം. ഇതേ 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 അമ്മേ, മോളെ, അയ്യോ ഇതേ മോളെ, ഏതൊക്കെ എന്ത് പറ്റി? നിങ്ങളെല്ലാം കുറച്ചു നേരം പുറത്ത് നിൽക്കൂ. ഗീതേ, എഴുന്നേൽക്കാൻ. അവരൊക്കെ പോയിടി. വളരെ നന്നായിരിക്കുന്നു നിന്റെ അഭിനയം. എഴുന്നേൽക്കാൻ എടി. ഗീതേ, 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 നിനക്ക് എന്തു പറ്റി? ശരിക്കും നോക്ക്. ഒന്നുമില്ലമ്മേ, ഒരു ചെറിയ ക്ഷീണം. പേടിക്കാനൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ലമ്മേ, അമ്മ പോയി കിടന്നു പറയുമ്പോ. ഡോക്ടർ, ഗീതയ്ക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷെ മിസ്റ്റർ സുരേഷ്, പറയൂ ഡോക്ടർ. ശാരീരികമായി ഗീത വളരെ വീക്കാണ്. എങ്കിലും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ
താമസിയാതെ ശരിപ്പെടും. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? കുറച്ചു കാലത്തേക്ക് ഗീതയുമായി ശാരീരികമായി ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ശരി ഡോക്ടർ. മറ്റൊരു കാര്യം, ഈ വിവരം എന്റെ അമ്മയെ ഒരിക്കലും അറിയിക്കരുത്. അവർക്കൊരു പക്ഷേ അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ശരിയാണ്. അമ്മ ഇപ്പോൾ മറ്റൊന്നും അറിയണ്ട. ഞാൻ വരട്ടെ. ചായ. ഇതൊക്കിപ്പോ അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇന്നലെ ഞാൻ ആകെ ഭയന്നുപോയി. അധികം ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും ചെയ്യണ്ട. അമ്മയില്ലേ അതൊക്കെ നോക്കാൻ. ഇതൊക്കെയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഒരുപാട് നാളായാലും എന്തുകൊണ്ട് വിശേഷം? വെറുതെ കുട്ടിയും കുട്ടി ഇറങ്ങിയതാ. അത് ഉണ്ണി ഉണ്ണി மன்னிச்சிரு சார். என்ன தெரியாது. வாமனே எந்திரம். നിന്നൊരു വഴിക്ക് കൊണ്ടുപോകുള്ളൂ. നീയോ? അതെ, നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഓ, ഇവനെ ഇതുവരെ ഒഴിവാക്കിയില്ലല്ലേ? നിനക്കെന്നെ അറിയാമല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കണം. ആ, നീ ഇപ്പൊ മര്യാദയും പഠിപ്പിക്കാൻ തുടങ്ങിയല്ലേ? നീ തട്ടിപ്പും വെട്ടിപ്പും കളഞ്ഞു വല്ല ജോലിയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് സഹായം ചെയ്യാം? നീ എന്ത് സഹായം ചെയ്യാനാണ്? കൂടി വന്നാൽ നിന്റെ കമ്പനിയുടെ ജോലി. നീ ഒരു മാസത്തെ ശമ്പളം എനിക്കൊരു ദിവസം തികയില്ല, അറിയോ? എങ്കിൽ നീ നിന്റെ വഴിക്ക് തന്നെ പോകും. എന്നാലും നീ ഈ കുട്ടിസ്രാങ്കിന് വിടാൻ തയ്യാറല്ല. അനാവശ്യം പറയരുത്. രഞ്ജിത്ത്, പഠിക്കണം.